കൈത്താക്കാലം ഒന്നാം ഞായർ. ഇന്നത്തെ സുവിശേഷം ലൂക്ക 14:7-14 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നാം സ്ഥാനം സ്വയം തിരഞ്ഞെടുക്കാതിരിക്കുക. എളിമ നിങ്ങളുടെ വിശുദ്ധിയുടെ അടിസ്ഥാന ശിലയും ശീലവുമായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതം എവിടെയും എല്ലാറ്റിലും വിശുദ്ധിയും എളിമയും കൊണ്ട് തിരിച്ചറിയപ്പെടട്ടെ. ഇങ്ങനെയാണ് ഇന്നത്തെ സുവിശേഷത്തിലെ കർത്താവിൻ്റെ സന്ദേശം ഞാൻ ചുരുക്കി എഴുതുന്നത്. കൈത്താക്കാലം ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം വേനൽ എന്നാണ്. നമ്മൾ മഴക്കാലത്തിൻ്റെ നടുവിലും അത് ഉളവാക്കുന്ന തണുപ്പിലുമാണെങ്കിലും വേനൽ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ പിന്തള്ളുന്നത്. വേനൽക്കാലത്താണ് വിളവുകൾ പാകമാകുന്നത്. പിന്നെ കൊയ്ത്തുകാലം വരുന്നു. അങ്ങനെ പ്രതീക്ഷകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്, മുന്നോട്ട് നീങ്ങുന്നത്. ആഴ്ചകൾ താണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സഭ കൈത്താക്കാലത്ത് രക്തസാക്ഷികളായ അപ്പസ്തോലന്മാരെയും വിശുദ്ധരെയും അനുസ്മരിക്കുന്നു. വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാൾ 25-ാം തീയതി ആയിരുന്നു. അദ്ദേഹം ആദ്യ രക്തസാക്ഷിയായിരുന്നു അപ്പസ്തോലന്മാരിൽ. ഇന്നലെ നമ്മൾ വിശുദ്ധ അന്നയുടെയും യോവാക്കിമിൻ്റെയും തിരുനാൾ ആഘോഷിച്ചു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പ്രിയപ്പെട്ട തിരുനാളാണ് അന്നപുണ്യവതിയുടെയും യോവാക്കിമിൻ്റെയും തിരുനാൾ. സഭയിലെ, പ്രത്യേകിച്ച് സുറിയാനി സഭയിലെ രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന 7 ആഴ്ചകൾ നീളുന്ന കാലഘട്ടമാണ് കൈത്താക്കാലം. അതോടൊപ്പം ഇതര വിശുദ്ധരെയും നമ്മൾ അനുസ്മരിക്കുന്നു. നാളെയാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ, ജൂലൈ 28-ന്. വിശുദ്ധയുടെ ചരമദിനമാണ് നാളെ. അവൾ രക്തസാക്ഷിണിയായിരുന്നില്ല, എന്നാൽ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സാക്ഷിയായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തെ ആസ്പദമാക്കിയല്ല ഈ വചന സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തെയും വിശുദ്ധിയെയും ആസ്പദമാക്കിയുള്ള ചിന്തകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചിന്താവിഷയമാക്കുന്നത്. വിശുദ്ധ ചെറുപുഷ്പത്തോടുകൂടി ബന്ധപ്പെടുത്തി അവളുടെ ജീവിതത്തെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചിന്ത ഇങ്ങനെയാണ്: എല്ലാ വിശുദ്ധരും തന്നെ കുരിശിൽ നിന്നോ കുരിശിലേക്കോ ആണ് അവരുടെ ജീവിതയാത്ര ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നത്. കുരിശിൽ നിന്ന് നിണമണികൾ അടയാളപ്പെടുത്തിയ വഴികൾ എല്ലാ ദിശകളിലേക്ക് നീങ്ങുന്നുണ്ട്. അവയാണ് അവരുടെ ജീവിത വഴികൾ ആയി രൂപാന്തരപ്പെടുന്നത്. കുരിശിൽ നിന്നും പുറപ്പെടുന്ന ഉത്ഥാനത്തിൻ്റെ പ്രകാശം എല്ലാ ദിശകളിലേക്ക് നീളുന്ന വഴികളെ പ്രകാശപൂരിതമാക്കുന്നു. കുരിശുമരം തണലേകുന്ന വൃക്ഷമാകുന്നു. ഉത്ഥാനത്തിന് ശേഷം കുരിശ് ഉണങ്ങാത്ത മരമായി വളരുന്നു, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. മരണത്തെ അതിജീവിച്ച് പുതിയ മരമായി അത് വളരുന്നു. ഞാൻ യാഥാർത്ഥ്യത്തെയും പാരമ്പര്യത്തെയും ഒക്കെ തമസ്കരിച്ചല്ല ഇത് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് കുരിശില്ലാത്ത ഒരു ഇടമുണ്ടോ? ദേവാലയങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ഭവനങ്ങളിലെല്ലാം, അല്ല നമ്മുടെ ഓരോ മുറിയിൽ പോലും ആരാധനയ്ക്കും ആശീർവാദത്തിനും അനുസ്മരണത്തിനും കുരിശിൻ്റെ അടയാളമോ സാന്നിധ്യമോ ഉണ്ട്. അങ്ങനെ കുരിശ് ജീവിക്കുന്നു. എല്ലായിടത്തേക്കും അതിൻ്റെ തണലും സാന്നിധ്യവും വ്യാപിക്കുന്നു. പുനരുത്ഥാനത്തെ ഏറ്റുപറയുന്നത് പോലെ നമ്മൾ കുരിശിനെയും ഏറ്റുപറഞ്ഞ് പ്രഘോഷിക്കുകയാണ്. വിശുദ്ധ ചെറുപുഷ്പം കുരിശിനെ റോസാപ്പൂക്കൾ കൊണ്ട് പൊതിഞ്ഞാണ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവളുടെ സഹോദരി സെലിൻ അവളെ ചിത്രീകരിച്ചത്. റോസപ്പൂക്കളോടൊപ്പം തന്നെ സ്പർശിക്കുന്ന സാന്നിധ്യമായിട്ടാണ് കൊച്ചു ത്രേസ്യ കുരിശിനെ കണ്ടത്. അതുതന്നെയാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ വരയ്ക്കാത്ത ചിത്രവും. അതാണ് നമ്മൾ വരയ്ക്കേണ്ടതും. അവളും സഹനത്തിൻ്റെ പുഷ്പമായിരുന്നു. സകലത്തിലൂടെയാണ് ആ ജീവിതം പൂർത്തിയായത്.
അൽഫോൻസാമ്മയും കൊച്ചുത്രേസ്യയെ പോലെ പൂക്കളെ സ്നേഹിച്ചിരുന്നു. പൂക്കൾ വിരിയുന്ന പ്രകൃതിയെ മുഴുവൻ അവൾ സ്നേഹിച്ചിരുന്നു. വഴിയോരത്തുള്ള പൂക്കളെയും ഇങ്ങനെ ചിത്രീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജനിച്ചു വളർന്ന കുടമാളൂരിൽ നിന്നും ഭരണങ്ങാനത്തേക്കുള്ള വഴിക്ക് അത്ര ദൂരമില്ല. അതുപോലെ അലൻസോണിൽ നിന്നും ലിസ്യുവിലേക്ക് ദൂരം അത്രയധികമില്ല, എങ്കിലും അല്പം കൂടി ദൂരക്കൂടുതലുണ്ട്. എന്നാൽ അവിടെ നിന്നും ലിസ്യുവിലേക്ക് മാർട്ടിൻ സെലിഗരിൻ കുടുംബം വീട് മാറി ലെബിസോണ എന്ന ഭവനത്തിൽ അവർ താമസം തുടങ്ങി. ലെബിസോണയിൽ നിന്ന് കർമ്മല മഠത്തിലേക്കുള്ള ദൂരവും വളരെ കുറവായിരുന്നു. അവിടേക്കാണ് കൊച്ചുത്രേസ്യ പുതിയ ഭവനം തേടിയെത്തിയത്. ഭരണങ്ങാനത്തുള്ള പുതിയ ഭവനം കണ്ടെത്തിയ മുട്ടത്തുപാടത്തിൻ്റെ അരുമമകൾ അൽഫോൻസ ഭരണങ്ങാനത്തുകാരിയായി. അൽഫോൻസാമ്മയെയും ചെറുപുഷ്പത്തെയും താരതമ്യപ്പെടുത്തിയാണ് എൻ്റെ ചിന്തകളിലേക്ക് ഞാൻ കടക്കുന്നത്. 1910 ഓഗസ്റ്റ് 10 ജനിച്ച് പിന്നീട് അൽഫോൻസ ആയിത്തീർന്ന മുട്ടത്തുപാടത്തെ അന്ന 1946 ജൂലൈ 28 തൻ്റെ ജീവിതയാത്ര പൂർത്തിയാക്കി. 36 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പായി അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. 1873 ജനുവരി 2 ജനിച്ച കൊച്ചുത്രേസ്യ അവളുടെ ജീവിതം കർമ്മല മഠത്തിൽ പൂർത്തിയാക്കിയത് 1897 സെപ്റ്റംബർ 30 25 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ്. ഇനി കൊച്ചുത്രേസ്യയിലേക്ക് തിരിയുമ്പോൾ 1925 മെയ് 17 ചെറുപുഷ്പം വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത്. അന്ന് അന്നയ്ക്ക്, അതായത് അൽഫോൻസായിക്ക് 15 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നു. അന്നയ്ക്ക് ചെറുപുഷ്പം അന്നു മുതലേ ഒരു ആത്മീയ ഹരമായിരുന്നു. ജീവിച്ചു പൂർത്തിയാക്കിയ സമയത്തിൻ്റെ ദൈർഘ്യമല്ല ജീവിതത്തെ സമ്പന്നമാക്കുന്നതെന്നും വിശുദ്ധിയുടെ ഗിരിശൃംഗത്തിൽ എത്തിക്കുന്നതെന്നും ഈ രണ്ട് വിശുദ്ധരും സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കി. അവരുടെ ജീവിതം ഹ്രസ്വമായിരുന്നു. ചെറുപുഷ്പത്തിൻ്റെയും അൽഫോൻസായുടെയും ജീവിത വഴി ആരംഭിച്ചത് കുരിശിൻ ചുവട്ടിൽ നിന്നാണ്. ഇരുവരുടെയും ജീവിതത്തിൽ നിരന്തരം രൂപാന്തരപ്പെട്ടുകൊണ്ടിരുന്നത് കുരിശിൻ്റെ രൂപവും ഭാവവുമായിരുന്നു. ഇരുവരും ശാരീരിക സഹനങ്ങൾക്ക് ആത്മീയമായ വ്യാപ്തിയും പരിവേഷവും കണ്ടെത്തി. ഇരുവരും സഹനത്തിലൂടെയുള്ള ജീവിത രൂപാന്തരീകരണത്തിനും സന്യാസം വേദിയാക്കി. സന്യാസത്തെ ഉൾവിളിയായി അനുഭവിച്ച ഇരുവരും ദൈവവിളിയുടെ അർത്ഥം സ്നേഹമാണെന്ന് കണ്ടെത്തി. ജീവിച്ച് പൂർത്തിയാക്കാനുള്ള ജീവിതം ഹ്രസ്വമായിരുന്നെങ്കിലും അവിടെയും അവർ ഒരു കുറുക്കുവഴി, ദൂരം കുറച്ചുകൊണ്ടുള്ള കുറുക്കുവഴി കണ്ടെത്തിയതോടെ ദൈവസ്നേഹം കരുണയായി അവർ അനുഭവിച്ചു. അത് അവരെ എളിമ കൊണ്ട് നിറച്ചു. എളിമയുള്ളവർ ശിശുക്കളെ പോലെ ആകണം. ദൈവത്തെ പിതാവും മാതാവുമായി കാണണം. അവരുടെ മുമ്പിൽ എപ്പോഴും കുഞ്ഞായിരിക്കുന്നതിൽ അവർ സന്തോഷിക്കുന്നു. അതിൽ അവർ അഭിമാനിക്കുന്നു. അതായിരുന്നു ഇരുവരുടെയും ജീവിത മനോഭാവം. ചെറുപ്പത്തിലെ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട ഇരുവരും സ്വന്തം പിതാക്കന്മാരിൽ നിന്ന് സ്വർഗീയ പിതാവിലേക്കുള്ള അകലം നിരന്തരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായി അനുഭവിച്ചു. ജന്മസ്ഥലത്തു നിന്നും സന്യാസത്തിലേക്കുള്ള കുടിയേറിപ്പാർക്കൽ ജീവിതത്തെ ഒരു തീർത്ഥയാത്രയാക്കി. അങ്ങനെയൊരു കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ ഇരുവരുടെയും ജീവിതം ചലനാത്മകമായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊന്നിലേക്ക് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊന്നിലേക്കുമുള്ള ആ തീർത്ഥയാത്ര, അതാണ് അവരുടെ ജീവിതത്തെ ജീവിതമാക്കി തീർത്തത്. അങ്ങ് അകലെ ഫ്രാൻസിലെ ലിസ്യുവിൽ നിന്നും ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള കേരളത്തിലേക്ക് ചെറുപുഷ്പത്തിൻ്റെ വിശുദ്ധിയുടെ നറുമണമെത്തുവാൻ അധിക സമയം എടുത്തില്ല. അതിൻ്റെ വശ്യതയിൽ ആകർഷിക്കപ്പെട്ടാണ് അൽഫോൻസ ഏകാഗ്രതയുടെ ജീവിത ദർശനത്തെ, അതായത് സന്യാസത്തെ ഉൾക്കൊണ്ട് സ്വന്തമാക്കിയത്. ഇരുവരും പരസ്പരം വെളിപ്പെടുത്തുന്ന കണ്ണാടികളാണ്. ഇരുവരിലും ആ കണ്ണാടിയിലൂടെ പ്രതിഫലിക്കുന്നത് ക്രൂശിതൻ്റെ മുഖമാണ്.
ഇരുവരും സഹനത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും വെളിപ്പെടുത്തി. അവർ അങ്ങനെ സഹനത്തിൻ്റെ പുഷ്പങ്ങളായി തീർന്നു. 2008 ഒക്ടോബർ 12 വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട അൽഫോൻസായുടെ പാദസ്പർശം നമ്മൾ ചരിക്കുന്ന കേരളത്തിൻ്റെ മണ്ണിൽ ഇന്നും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഈ മണ്ണിൻ്റെ സ്പർശനം അവളും ഒരിക്കൽ ഏറ്റുവാങ്ങിയതാണ്. ഈ മണ്ണിൻ്റെ മണം അവൾ അനുഭവിച്ചതുപോലെ ഇന്നും നമുക്ക് അനുഭവിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അവയുടെ രുചിയും അവൾ അനുഭവിച്ചതുപോലെ നമ്മളും അനുഭവിക്കുമ്പോൾ അവളെയും നമ്മൾ അനുസ്മരിക്കുന്നു. ഭക്ഷണം മാത്രമല്ല, ഭക്ഷണത്തോടൊപ്പം അവളുടെ സംഭാഷണങ്ങളും നമ്മുടെ നാവിൽ നമ്മൾ അനുഭവിച്ചു തുടങ്ങും. ഇവയെല്ലാമാണ് ആ വിശുദ്ധയെ നമ്മുടേതാക്കുന്നത്. കഴിഞ്ഞ ദിവസം വീണ്ടും അൽഫോൻസാമ്മയുടെ ശവകുടീരത്തിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും ആ കല്ലറയുടെ മുകളിൽ വെച്ചിരിക്കുന്ന പുഷ്പങ്ങളെ സ്പർശിച്ച് അനുഭവിക്കുവാനും എനിക്ക് സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുകയാണ്. മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ ഉയർന്നു വരുന്നത് അൽഫോൻസാമ്മയുടേതുപോലെയുള്ള ഒറ്റപ്പെട്ട ചില അനുഭവങ്ങളാണ്. നമ്മളുമായി അവർ ജീവിച്ചിട്ട് പങ്കുവെച്ചു പോയ ചില അനുഭവങ്ങൾ. ആ ജീവിതങ്ങളുടെ വിശദാംശങ്ങൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടായിരിക്കാം. അതാണ് ജീവിതം. ഓർമ്മയുടെ നേരിയ മൂടൽമഞ്ഞും മഴയുടേതുപോലെ പ്രത്യേക അർത്ഥമൊന്നുമില്ലാത്ത ശബ്ദവും അന്തരീക്ഷം ഏറ്റുവാങ്ങുന്നു, തണുപ്പും നനവും പോലെ. അതാണ് നമ്മുടെയൊക്കെ ജീവിതം. ജീവിതം തങ്ങി നിൽക്കുന്ന ഒരനുഭവമാണ്, തുടർന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. മഴക്കാലത്ത് ജലം ഭൂമിയുടെ ഉള്ളിലേക്ക് കടന്ന് അതിൻ്റെ ദാഹം തീർത്ത് ഉറവ് ചാലുകളായി ഭൂമിയുടെ ആത്മഗതമായി ഒഴുകുന്നത് പോലെയാണത്. നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ചും നമ്മുടെ വിശുദ്ധരെക്കുറിച്ചുമുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. അവരുടെ ജീവിതം നമ്മിലൂടെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതം നമ്മിൽ ഉറവ് ചാലുകൾ ഉളവാക്കുന്നു. അത് തിരിച്ചറിയുമ്പോഴാണ് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അവർ നമ്മുടെ ഭാഗമായി നമ്മിലൂടെ ഇന്നും ജീവിക്കുന്നു. വിശുദ്ധ ചെറുപുഷ്പം നമ്മുടേതാണ്. നമ്മിലൂടെയാണ് അവൾ സ്വർഗത്തിൽ നിന്നും പെയ്തിറങ്ങുന്നത്. വിശുദ്ധ കൊച്ചറേസ്യയെ പോലെ സ്വർഗത്തിൽ നിന്നുള്ള പുഷ്പവർഷം മാത്രമല്ല, വർഷകാലത്ത് പെയ്തിറങ്ങുന്ന മഴയും താഴ്ന്നിറങ്ങുന്ന കോടയുമെല്ലാം നമ്മെ സ്പർശിച്ച് കുളിർപ്പിച്ച് ഉള്ളു നിറയ്ക്കുന്നു. അൽഫോൻസാമ്മയുടെ അനുസ്മരണം ജീവിതത്തിൽ ഉള്ളു നിറയ്ക്കുന്ന ഒരനുഭവമായി തീരട്ടെ എന്ന് ഏവർക്കും ഞാൻ ആശംസിക്കുന്നു. ഈ ആശംസകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ വെളിയിൽ തോരാത്ത മഴയാണ്. നമ്മളെല്ലാം പങ്കിടുന്ന ഈ പ്രകൃതിയുടെ ആമന്ത്രണങ്ങളാണ് നമ്മൾ ആഘോഷിക്കുന്ന വിശുദ്ധയുടെ അനുഗ്രഹ സാന്നിധ്യമായി നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഏവർക്കും തിരുനാൾ ആശംസകൾ. പ്രത്യേകിച്ച് നാമധാരികൾക്കെല്ലാം. ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.